everyone, welcome back to Story World. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. സോ നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ സ്ട്രെങ്ത്ത്. ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഇത് ഹൊററെന്ന് പറയണോ, അത് ടൈം ട്രാവൽ എന്ന് പറയണോ, എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് ഈ സ്റ്റോറി എനിക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. സോ നമുക്ക് വൈകിപ്പിക്കണ്ട, വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്നത് കർണാടകയിലാണ്. അപ്പോൾ അവളിപ്പോൾ റീസെൻ്റായിട്ടൊരു ഫ്ലാറ്റിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഇവളുടെ നെയ്ബർ അവർക്ക് നടന്ന ഒരു ഇൻസിഡൻ്റാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അതായത് ആ നെയ്ബറിൻ്റെ പേര് അഞ്ജലി എന്നാണ്. അപ്പോൾ അഞ്ജലിയുടെ ഹസ്ബൻഡും മോളും അഞ്ജലിയാണ് താമസിക്കുന്നത് അവിടെ. അപ്പോൾ മോള് വന്ന് LKG പഠിക്കുന്നത്. അപ്പോൾ ഡെയിലി റൊട്ടീൻ എന്ന നിലയിൽ ജിമ്മിൽ പോകാറുണ്ട് അഞ്ജലി. അങ്ങനെ ഒരു ചൊവ്വാഴ്ച അഞ്ജലി വന്ന് കുഞ്ഞിനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടതിന് ശേഷം അവൾ സ്കൂട്ടിയിലാണ് ജിമ്മിൽ പോകുന്നത്. ഹാർഡ്ലി ഒരു 1 കിലോമീറ്റർ ഉണ്ട്. കുവംപു നഗർ എന്നാണ് ആ നഗറിൻ്റെ പേര് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സ്പെല്ലിങ്ങിൽ മിസ്റ്റേക്ക്, കാരണം നമുക്ക് തെലുങ്ക് വേർഡ്സ് ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ എന്തോ ആണ്, നഗർ ആണ് പേര്. അപ്പോൾ അവിടെയാണ് ഇവൾ വന്ന് ജിമ്മിന് പോകുന്നത്. അപ്പോൾ ഇവൾ അന്ന് സ്കൂട്ടിയിൽ പോകുന്ന സമയത്ത് ട്രാഫിക്കിൽ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഗ്രീൻ ലൈറ്റിനായിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു മാൻ വന്ന് ഇങ്ങനെ അഞ്ജലിയെ അപ്രോച്ച് ചെയ്യാണ്. എന്നെ അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവൾ നന്നായിട്ട് ആലോചിച്ചിട്ട് ഇവൾക്ക് കിട്ടുന്നില്ല ആരാണെന്നൊന്നും. അപ്പോൾ അവൾ പറയാണ്, ഇല്ല എനിക്കറിയത്തില്ല അങ്കിൾ, ഒരു 56-60 ഇരിക്കുള്ളൂ അദ്ദേഹത്തിൻ്റെ ഏജ്, എനിക്കറിയത്തില്ല. അപ്പം ഇയാൾ പറയാണ്, ഞാൻ എൻ്റെ നെയ്ബറാണ് എന്ന് പറയാണ്. നെയ്ബറാണെന്ന് പറഞ്ഞപ്പോഴും ഇവൾ നന്നായിട്ട് ഓർത്ത് നോക്കുന്നുണ്ട് ആരാണെന്ന്. പക്ഷേ അവൾക്ക് ഒരു ഐഡിയ ഇല്ല ആരാണെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് സിഗ്നൽ ഇതാവാറായി. അപ്പോൾ അയാൾ ഹറിയിൽ പറയാണ്, മോളിന്ന് ജിമ്മിന് പോകണ്ട, മോക്കിന്ന് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കും, അതുകൊണ്ട് മോളിന്ന് ജിമ്മിൽ പോകണ്ട എന്ന് അയാൾ ലോ ബേസിൽ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. ഇവളാണെങ്കിൽ ഒരു നിമിഷം എന്താണ് പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഇവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിനെ കാണുന്നേ ഇല്ല അവിടെ ഒന്നും. ഇവളുടെ അതായത് നമുക്കൊരു സ്റ്റഡി മൈൻഡ് ഇരിക്കും. പെട്ടെന്ന് ഒരാൾ നിനക്ക് ആക്സിഡൻ്റ് ആവും, ഇന്ന് നീ ജിമ്മിൽ പോകണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഇരിക്കുമല്ലോ. അപ്പോൾ ഇവളുടെ ഇന്നർ മൈൻഡ് പറയാണ്, അദ്ദേഹം ഏതെങ്കിലും ഒരു മെൻ്റൽ ഡിസോർഡർ ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം, നീ ഇനിയിപ്പോൾ അയാൾ പറയുന്നതായിട്ട് തിരികെ പോകണ്ടെന്ന് ഇവളുടെ ഇന്നർ മൈൻഡ് പറയുന്നുണ്ട്. എന്നാൽ ഒരു സൈഡിൽ ഇനി അത് സത്യമാണോ എന്നുള്ള ഒരു തോട്ട് ഇവളുടെ മനസ്സിലുണ്ട്. പക്ഷേ എന്തായാലും സിഗ്നൽ വീണു, ഇവൾ സ്റ്റാർട്ട് ചെയ്ത് പോവുമായിരുന്നു. അവൾ പോയി യൂഷ്വലി എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. അവളുടെ ജിം ട്രെയിനറോട് പറയുകയാണ്, ഇങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞു, നീ ഇന്ന് ജിമ്മിൽ പോകണ്ട, നിനക്ക് ആക്സിഡൻറ്റ് നടക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെല്ലാം കളിയാക്കി ചിരിക്കുകയാണ്. അതൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടോ? അയാളെന്തോ ലൂസ് പോലെ പറഞ്ഞ് നീ അതൊന്നും വിശ്വസിക്കേണ്ട എന്ന് പറയാണ്. അപ്പോൾ ഇവരുടെ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇവരെല്ലാവരും കൂടെ വന്ന് ഇവരുടെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഒരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനിൽ പോയിരിക്കുക, റിലാക്സ് ആവുക, പിന്നെ അവിടെ വാക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. ഇതാണ് ഡെയിലി റൊട്ടീൻ. പക്ഷേ അഞ്ജലി എന്തായി, ഈ സ്റ്റോറി പറഞ്ഞതിൽ ഒരു ചെറിയൊരു മിസ്മാച്ച് വന്നു ആ ടൈമിങ്ങിൽ. പക്ഷേ ഇവളുടെ ബാക്കി ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു താഴോട്ട് ഗേറ്റിലോട്ട്. അപ്പോൾ ഇവൾ ഈ ഗേറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ, അതായത് അവിടുത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ സൈഡ് സ്റ്റെപ്പാണ്, താഴെ കുറേ ഷോപ്സ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവളിങ്ങനെ താഴെ സ്റ്റെപ്പിൽ ഇങ്ങോട്ട് വന്നതും അവൾ ഇറങ്ങി വന്നതും പെട്ടെന്നൊരു കാറ് ഗേറ്റിലിടിച്ച് കയറുകയായിരുന്നു. അതായത് ആ ഗേറ്റിൻ്റെ ആ ഫോഴ്സിൽ തന്നെ കാറിൻ്റെ ഗ്ലാസ് പൊട്ടി പെട്ടെന്ന് അവളുടെ കയ്യിൽ വന്ന് വീഴായിരുന്നു. അവൾക്ക് ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടെ ആ ഗേറ്റ് സൈഡിൽ നിന്ന് 2 പേർക്ക് നല്ല ഹെവി, അതിൽ ഒരാൾ സീരിയസ് ആയിരുന്നു. ആരും മരിച്ചിട്ടില്ല, പക്ഷേ ഒരാൾ സീരിയസ് ആയിരുന്നു, ഒരാൾ കുഴപ്പമില്ല എന്നാലും ഇഞ്ചുറി ഉണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലാക്കുമായിരുന്നു. അവിടെ എന്താണ് പറയുക, ആംബുലൻസും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ
ഇവൾ ഒരു നിമിഷം അങ്ങനെ സ്റ്റണ്ണായി നിൽക്കുകയായിരുന്നു. കാരണം അദ്ദേഹം വന്ന് പറഞ്ഞു, ആ പറഞ്ഞത് അവൾ തിരികെ പോയില്ല. പക്ഷെ തിരികെ പോയില്ലെങ്കിലും ഏതോ ഒരു റീസൺ അയാളാണ് ഇന്ന് അവളുടെ ജീവൻ നിലനിൽക്കാൻ കാരണം അവൾ വന്ന് അയാളെ പറ്റി പറഞ്ഞത് കൊണ്ടാണ് അവൾ അവിടെ എത്താത്തത്. ഇല്ലെങ്കിൽ അവളും അവിടെ ഒരാളായിരുന്നേനെ, അവരിൽ ഒരാളായിരിക്കുമായിരുന്നു എന്നുള്ള ഒരു തോട്ട് ഇവളുടെ മൈൻഡിൽ എന്താ പറയുക, ഇവളൊരു മരവിച്ച അവസ്ഥയായിരുന്നു. പക്ഷെ അന്ന് അവൾ വന്ന് അവളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയി ഷെയർ ചെയ്യാണ്, ഇങ്ങനെ അവൾക്ക് ഒരു സംഭവം നടന്നു, മോർണിംഗ് ഇങ്ങനെ ഒരാൾ പറയുകയാണ്, അതേസമയം ഇതുപോലെ നടക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്ക് എവിടെയൊക്കെ കോയിൻസിഡൻ്റ് ആണ്. അപ്പം നെയ്ബർ എന്ന് പറഞ്ഞതുകൊണ്ട് ഇദ്ദേഹം പോയി ചോദിക്കുകയാണ്, ഇവിടെ അതായത് വാച്ച്മാൻ്റെ അടുത്തൊക്കെ ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു അപ്പിയറൻസിനെ വെച്ചവർ ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരാൾ ഇവിടെ താമസിച്ചിരുന്നു, ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം പലർക്കും അറിയത്തില്ല, അങ്ങനെ ഒന്നും ഇവിടെ ആരുമില്ല എന്നൊക്കെ പറയാണ്. പക്ഷേ വേറൊരു സെക്യൂരിറ്റി ഓഫീസർ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ കുറേ വർഷമായിട്ടിരിക്കുകയെന്നാണ്, ഒരു 25 ഇയേഴ്സൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്ടായി, ഇവിടെ പലരും പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇവിടെ ഒരു ട്രാജിക് സിറ്റുവേഷൻ നടന്നതെന്ന് പറയുന്നത്, അതായത് അദ്ദേഹം ഇങ്ങനെ പറയാണ്, ഇന്ന് ഈ കുവംപു നഗറിലിരിക്കുന്നില്ലേ ജിം, അന്ന് ജിമ്മൊന്നുമില്ല, അന്ന് വേറെ എന്തൊക്കെ ആയിരുന്നു. അവിടെ ഈ ഫ്ലാറ്റിൽ താമസിച്ച ഒരാൾക്ക് ആക്സിഡൻറ്റ് നടന്ന് മരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് രമേശ് എന്നാണ്. അപ്പോൾ അയാളെ എനിക്ക് ഓർമ്മ ഉണ്ട്. കാരണം അപ്പോൾ ഇവരിങ്ങനെ അടയാളം പറയാണ്, കാണാൻ ഇങ്ങനെയാണോ അങ്ങനെയാണോ. അപ്പോൾ ഇദ്ദേഹം പറയാണ് അങ്ങനെ എന്തോ ആണ്, എനിക്ക് നേരെ ഓർമ്മയുള്ളൂ. പക്ഷേ ഒരു ബാഡ് ഇൻസിഡൻറ്റ് നടന്ന് ഇവിടെ താമസിച്ചിട്ട് ഒരാളെന്ന് പറയുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം ആക്സിഡൻറ്റിൽ മരിക്കുകയായിരുന്നു. അല്ലാതെ വേറെ ആരും അങ്ങനെ നിങ്ങൾ പറഞ്ഞതുപോലത്തെ ഓർമ്മ ഒന്നും എനിക്കില്ല എന്ന് പറയാം. അപ്പോൾ ഇവർക്ക് വീണ്ടും കൺഫ്യൂഷനായി. ഓക്കെ, എന്നാലും അതാരാണ്, നമ്മളെ നെയ്ബർ എന്ന് പറയുന്നു, നമ്മൾ കണ്ടിട്ടില്ല, എന്തായിരിക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇവരുടെ മനസ്സിലിരിക്കുകയായിരുന്നു. പക്ഷെ പിന്നെ പലപ്പോഴും അവൾ ആ ട്രാഫിക്കിൽ ഇദ്ദേഹത്തെ തേടുകയാണ്, എവിടെയെങ്കിലും ഉണ്ടോ, ആരായിരിക്കും അതങ്ങനെ, എൻ്റെ ഫ്യൂച്ചറിനെ പ്രവചിച്ച് പറഞ്ഞത് ആരാണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ ഇവൾ എന്നും ഈ നിമിഷം വരയ്ക്കും അവർ ആ ട്രാഫിക്കിൽ പോകുമ്പോൾ അയാളെ സെർച്ച് ചെയ്യാറുണ്ട്. അല്ലേ, ആരായിരിക്കും അല്ലേ? അപ്പോൾ ഇതാണ് അവർക്ക് നടന്ന ഒരു ഇൻസിഡൻറ്റ്. സീരിയസ് ആയിട്ട് എനിക്കും തോന്നി, ഇത് ടൈം ട്രാവലാണോ, അതോ ഇനി ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ആണോ, അതോ ഗോസ്റ്റ് ആണോ, ഇനി നമുക്ക് അറിയത്തില്ലല്ലേ. ഓരോ ആൾക്കാരുടെ ലൈഫിൽ എന്തൊക്കെ മിറാക്കിൾസ്, എന്തൊക്കെ ഒരു അതിശയങ്ങളാണ് നടക്കുന്നതല്ലേ. എൻ്റെ ലൈഫിലും ഇതുപോലൊരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടെന്ന് പറയുന്നത്, അതായത് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യുന്ന പോലെ സംഭവിച്ചിട്ടുള്ളത്. ഞാൻ പണ്ട് താമസിച്ച്, അതായത് ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, ഒരു കുഞ്ഞ് മീൻസ് അതായത് ഞാൻ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു രാപ്പാടി എന്നൊക്കെ പറയല്ലോ, അങ്ങനത്തെ ഒരു അപ്പൂപ്പൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛനാണെങ്കിൽ ആ സമയത്ത് കുറച്ച് ഭയങ്കര ഫിനാൻഷ്യൽ ക്രൈസിസിലൊക്കെ നിൽക്കുന്ന സമയമായിരുന്നു. അദ്ദേഹം വന്ന് പറയായിരുന്നു, എൻ്റെ അച്ഛൻ ബിസിനസ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞു, അമ്മയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ഹസ്ബൻഡ് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന നിലയിലെത്തും എന്ന് പറഞ്ഞിരുന്നു. അന്ന് നമുക്ക് ചിരിയാണ് വന്നത്. കാരണം സീറോ ഹോപ്പ്, ഇന്ന് കടയിട്ടിരിക്കുന്ന ആൾ ജോലി കൊടുക്കുന്ന ഒരു നിലയിലെത്തുമെന്ന് പറഞ്ഞാൽ എന്താണ് അത് ഇവിടെ പോസിബിൾ? അതും നമ്മളൊരു വില്ലേജിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒരു 10 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ ആ കാറ്റഗറിയിലുള്ള ഒരു ജോലിയിൽ കയറി. അച്ഛൻ നിറയെ പേർക്ക് മാൻ പവറിൽ കയറുകയും നിറയെ പേർക്ക് ജോലി കൊടുക്കുകയും ചെയ്തിരുന്നു. നോക്കണേ, അപ്പം അന്ന് വന്നത് ആരായിരിക്കും അല്ലേ? ഞാൻ അതൊരു വീഡിയോ ആക്കായിരുന്നു ഇപ്പോൾ തോന്നുന്നു. ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വിശ്വാസം ഇല്ലാത്തത് നിന്നത് കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു,
നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇത് നടക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത സമയം വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല നമ്മൾ. നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെയൊക്കെ എന്തെങ്കിലും നടന്നിരിക്കുമല്ലോ അല്ലേ? ചിലർ വിശ്വസിക്കും, ചിലർ വിശ്വസിക്കില്ല. ഇപ്പോഴും ഈ നൂറ്റാണ്ടിലും ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ വിശ്വസിക്കാതിരിക്കാനും പറ്റത്തില്ല. ഇപ്പോൾ ഒരാൾക്ക് വെറുതെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ അവർക്കൊരു ആക്ച്വലി ഞാൻ പറയുന്നത്, ഒരാൾക്കൊരു ഇൻസിഡൻറ്റ് നടക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത്. അവിടെ സയൻറ്റിഫിക്കലി നോക്കിയാൽ അദ്ദേഹത്തിന് എങ്ങനെ അറിയാം അവിടെ ആക്സിഡൻറ്റ് നടക്കുമെന്ന്? അല്ലെങ്കിൽ അയാൾ തന്നെ വന്ന് ആക്സിഡൻ്റ് ആക്കണം അല്ലേ? എനിവേസ്, ഇതൊക്കെ ആലോചിച്ചാൽ സത്യം പറഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. എനിവേസ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അത് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.